ഔഷധ സസ്യങ്ങൾ എടുക്കാമെന്ന് അവളെ അബദ്ധത്തിൽ ഒരു പാമ്പ് കടിച്ചു. പക്ഷെ അത്ഭുതകരമായി ആ പാമ്പ് അപ്പോൾ തന്നെ മരിച്ചു. അടുത്ത നിമിഷം ശക്തമായ ഒരു കാറ്റ് അവളെ കുന്നിന്റെ അറ്റത്ത് നിന്ന് താഴേക്ക് തള്ളിവിട്ടു. ആ സമയം ജീവനും മരണവും തമ്മിലുള്ള അതിർവരമ്പിൽ ഒരു വെള്ളപ്പാമ്പ് അപ്രതീക്ഷിതമായി പ്രത്യക്ഷപ്പെട്ടു അവളെ രക്ഷിച്ചു. അവൾക്ക് ബോധം വന്നപ്പോൾ വെളുത്ത വസ്ത്രം ധരിച്ച ഒരു പുരുഷൻ അവളുടെ മുന്നിൽ നിൽക്കുന്നു. പക്ഷെ അവൻ മനുഷ്യനല്ല, അവൻ 1000 വർഷം ഊർജ്ജം അഭ്യസിച്ച ഒരു വെള്ളപ്പാമ്പാകുന്നു. അവൻ പറഞ്ഞു, നീ എന്റെ ദിവ്യ ഔഷധ സസ്യങ്ങൾ മോഷ്ടിച്ചു, എന്റെ ഏറ്റവും പ്രിയപ്പെട്ട പാമ്പിന് വിഷം കൊടുത്തു, അതിന് നിനക്ക് ശിക്ഷ വേണം. അതിനുശേഷം അവൻ അവളുടെ ശരീരത്തിൽ ഒരു ദിവ്യ ഔഷധ സസ്യം നട്ടു. അവൾ നല്ല പ്രവൃത്തികൾ ചെയ്താൽ അത് അവളെ ശക്തിയാക്കും, പക്ഷെ ദുഷ്ടമായ വഴിയെടുത്താൽ അതേ ഔഷധ സസ്യം അവളെ ഉള്ളിൽ നിന്ന് കീറിക്കൊള്ളും. ശേഷം ജീവനും മരണവും സംബന്ധിച്ച ഒരു കരാറിൽ അവളെ ഒപ്പിടാൻ നിർബന്ധിച്ചു. എന്നാൽ ആരുടെയും ഔദാര്യത്തിൽ ജീവിക്കാൻ അവൾ തയ്യാറായില്ല. വെള്ളപ്പാമ്പ് ഉറങ്ങിയപ്പോൾ അവൾ ഒളിച്ചോടി. പക്ഷെ പാതി വഴിയിൽ പിന്നിൽ നിന്ന് നിരവധി രഹസ്യായുധങ്ങൾ അവളെ പിന്തുടർന്നു. അവളുടെ ജീവൻ ഒരു നൂൽപാലത്തിൽ തൂങ്ങിയ നിമിഷത്തിൽ ചിറകുകളുള്ള ഒരു പുരുഷൻ അവളെ രക്ഷിച്ചു. അടുത്ത നിമിഷം ആകാശത്തിൽ നിന്ന് കറുത്ത വസ്ത്രം ധരിച്ച 3 പേർ വന്നു. പിന്നീട് അവിടെ ഭീകരമായ യുദ്ധം നടന്നു. കലാപത്തിനിടെ അവർ അവളെ അപഹരിച്ചു. അവസാന നിമിഷത്തിൽ വെള്ളപ്പാമ്പ് സമയത്ത് തന്നെ എത്തി അവളെ രക്ഷപ്പെടുത്തി. പിന്നീടാണ് സത്യം വെളിപ്പെട്ടത്. അവളെ വേട്ടയാടിയത് അവൾ നൂബയുടെ വംശത്തിൽപ്പെട്ടതിനാലാണ്. നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ദരിദ്രരെയും ദുരിതത്തിലായവരെയും രക്ഷിക്കാൻ അവൾ തന്റെ മുഴുവൻ ഊർജ്ജം ചിലവഴിച്ചിരുന്നു. എന്നാൽ മനുഷ്യലോകത്തിലേക്ക് വീണപ്പോൾ അവളുടെ എല്ലാ ഓർമ്മകളും നഷ്ടപ്പെട്ടിരുന്നു.